അപ്പത്തിനാണ് അരി അരക്കണേട്ടാ. അപ്പത്തിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങൂല, അരച്ച് തന്നെ എടുക്കാം. നേരത്തെ അരച്ച് വെച്ചാൽ പിന്നെ ജോലിയൊക്കെ തീരുമല്ല. അരിയും തേങ്ങ പിന്നെ പഞ്ചസാര ശാല ഉപ്പും കൂടെ ഇട്ട് അരച്ച് നിന്നിട്ട് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങ് വയ്ക്കും. ഞാൻ ചോറൊന്നും ഇട്ട് അരക്കില്ല, തേങ്ങയൊക്കെ തന്നെ. ചായ ആയിക്കൊണ്ടിരിക്കണേട്ടാ. ഇത് ചേട്ടൻ വന്നപ്പം പാലും വാങ്ങിക്കൊണ്ട് വന്ന്. ശനിയാഴ്ച ദിവസം വരുമ്പോൾ പാലും പിന്നെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. അതെല്ലാം ശനിയാഴ്ച അതൊരു ശീലമായിപ്പോയി. ഇത് പലഹാരം നോക്കിയില്ല, എന്താണെന്ന് നോക്കിയില്ല. ഇത് എനിക്ക് നല്ല ഇഷ്ടം ഇത് കഴിക്കണേ. നല്ല എരിവും മധുരവും കൂടെ കാണുമല്ലോ. അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് വന്ന് കുറേ ദിവസം കൊണ്ട് ഇത് വാങ്ങക്കില്ലായിരുന്നു. ഇന്നതാ പിന്നെ വാങ്ങിക്കൊണ്ടുവന്നു. ഇതിപ്പോൾ ചായയോടെ കഴിക്കാം. പിന്നെ വേറെ എന്തോന്ന് അതേതാ കടലയും കൂടെ വാങ്ങിക്കൊണ്ടുവന്നു. ഇപ്പം ശനിയാഴ്ച ദിവസം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും. ചായ ഏതാ തണുത്തെന്ന് സോറി, ചായ തിളച്ച് ചായ തിളച്ചെന്ന് പറയാൻ ചായ തണുത്തെന്നായിപ്പോയി. ഇപ്പം ചായ നന്നായിട്ട് ഇതാക്കി കൊടുക്കണം, എങ്കിലും പാലിന് നല്ലതായിട്ട് തിളച്ചതായി വരുള്ളൂ. എന്തോന്നേ ജലദോഷം വന്നപ്പോൾ സൗണ്ട് ഇതാവണം. പനിയായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഗുളിക കഴിച്ചാണ് നടക്കണേ. വെളുപ്പാങ്കാലം ഗുളിക കഴിച്ച്, പിന്നെ 10 മണിയായപ്പം കഴിച്ച്, വെളുപ്പാങ്കാലം 4 മണിക്ക് കഴിച്ച്, പിന്നെ ഇതാ രാവിലെ 10 മണിയായപ്പോഴും കഴിച്ച്. പനി അല്ലെങ്കിൽ ഞാൻ പനിക്കുള്ള ഗുളിക കഴിക്കാൻ വേണ്ടി പിന്നെ പനി മാറാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിച്ച്. ചായ നന്നായിട്ട് തിളച്ച് ഇതാക്കി കൊടുത്താലേ, കലക്കി കൊടുത്താലേ നന്നായിട്ട് തിളച്ച് പാലിൻ്റെ സ്മെല്ലൊക്കെ പോകും. വല്ലപ്പൊരിക്കൊക്കെ പാല് വാങ്ങും, ചായ കുടിക്കുക. ചായക്ക് നല്ല കടുപ്പുണ്ടെങ്കിൽ ചായ കുടിക്കും. പനി വന്നതുകൊണ്ട് ചോറ് കഴിക്കാൻ തോന്നുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഓഫ് ചെയ്യാം. വന്നിട്ട് ചേട്ടനെ കണ്ടപ്പോൾ ആ സിത്തുൻ്റെ ഇത് കണ്ട ചിരിക്കണണ്ട. സിത്ത് ചിരിക്കണണ്ട. നമ്മളടുത്ത് ചിരിക്കൂല കേട്ടോ, അതുകൊണ്ടാ സിത്ത് ചിരിക്കണണ്ട. ചേട്ടൻ്റെ അടുത്ത് മാത്രമേ ചിരിക്കുള്ളൂ. ഉണ്ട് നമ്മളടുത്ത് ചിരിക്കുകയേ ചെയ്യൂല സിത്ത്. ഉണ്ടാ ചിരിക്കണണ്ട. ഭയങ്കര സ്നേഹം ചേട്ടൻ്റെ അടുത്ത്. ചേട്ടനെ കാണുമ്പോഴേ ചിരിക്കുള്ളൂ. ചിരിക്കണണ്ട. എൻ്റെ കവളൊക്കെ അറിയാൻ പറ്റും, നന്നായിട്ട് അറിയാൻ പറ്റും. സിത്തു പപ്പയെ കാണുമ്പോൾ മാത്രമേ ചിരിക്കുള്ളൂ. ഉണ്ടാ ചിരിക്കണണ്ട. ഉണ്ടാ എൻ്റെ കവള് ഇവിടെ അറിയാൻ പറ്റും ചിരിക്കുമ്പോൾ. ഇവിടെ നെയ്യപ്പം കേട്ടാ വാങ്ങിക്കൊണ്ടുവന്നേ. എനിക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടം. സൗണ്ട് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നെയ്യപ്പം വാങ്ങിക്കൊണ്ടുവന്നു. ഇങ്ങനെ ചായയും. നിനക്കാണ് ചായ കപ്പിലോ ഗ്ലാസ്സിലോ? ബൂസ്റ്റ് ഒന്നുമില്ല. ബൂസ്റ്റ് വാങ്ങിച്ചോണ്ടിരുന്നത് ഒരു പേരയ്ക്ക പഴുത്ത് തന്നു. ഇപ്പം അങ്ങനെ ചേട്ടൻ പേരയ്ക്ക അടുത്തോണ്ട് വരുന്നു. ഇങ്ങനെ ചായ നെയ്യപ്പം കഴിക്ക്. നിങ്ങൾക്ക് ജലദോഷമോ? നിങ്ങൾക്ക് അവിടെ നിന്നുള്ളത് നന്നായി. ഇല്ലെങ്കിൽ പറയും ഇവിടെ വെച്ച് എനിക്ക് എൻ്റെ ജലദോഷം വന്നെന്ന് പറയും. അത് ഇപ്പം നിങ്ങളാണ് അവിടെ നിന്ന് കൊണ്ടുവന്നേ. അപ്പോഴേ തന്നെ ഇങ്ങോട്ട് നിന്നാ എനിക്ക് ഫോണിൽ കൂടെ. നെയ്യപ്പം എൻ്റെ ഫോണിൽ ദൂരെ എന്ന് പറഞ്ഞ സൗണ്ട് കിട്ടൂല. ഞാൻ വൈകുന്നേരം വിചാരിച്ചേ തേയില എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയെങ്കിലോ ചോറ് കഴിക്കാൻ തോന്നുന്നില്ല. കൊള്ളാം കേട്ടാ നെയ്യപ്പവും ചായ. വീട്ടിലതേറ്റില്ലേ? വിളിച്ച് വീട്ടിലതേറ്റിതാ. ചിരിക്കണണ്ട സിത്ത്, ചിരിക്കണണ്ട. ചിരിക്കണേ
കവള് നന്ന ചിരിക്കുമ്പോ നന്ന അറിയാൻ പറ്റും. ഇങ്ങനെ കൊള്ളാമോ? ഇത് വേണോ? ഇത് വേണോ? പാപ്പം കാണണമെങ്കിൽ പാപ്പന് കുശുമ്പ് തുടങ്ങും. അത് പറയുമ്പോൾ ആർക്കില്ല. പാപ്പ പറയുമ്പോൾ ആർക്കില്ല, പിടച്ച കഴിക്കും. ഇത് അങ്ങനെയല്ല, സിത്ത് ചിരിച്ചിരിച്ച് കഴിക്കുന്നുണ്ട. മതിയാ? മതിയാ? ഇനി വേണോ? അത് മതി, വെളിയിൽ പോട്ടെ, കിട്ടുന്നത്. ഞാൻ കൊണ്ടുപോ. സ്നേഹമൊക്കെ ശരിയാണ്, പക്ഷെ വീടിൻ്റെ അത് കാരണം ഇഷ്ടമല്ല. അത് ചേട്ടന് വിടാതെ കൂടെ നടക്കണ്, കൈ പിടിച്ചോണ്ട്. അയ്യോ സിത്തിലി, എനിക്ക് തന്നെ തലയിൽ വെക്കാൻ. നിങ്ങൾക്കാ? നിങ്ങൾ വെക്കോ? വെക്കോ? എന്താ ഞാൻ വെക്കുമെങ്കിൽ തരാം. പിന്നെ ഞാൻ വെക്കുമല്ലോ. എന്ന് ഇപ്പം കുറച്ചേ ഉള്ളൂ. എന്നാ അടുത്ത് 2-3 ദിവസം അടുത്ത് വെക്കുമ്പോൾ ഒരു ദിവസം വെക്കാം. ഇതില് എന്തോന്ന് വളമായിട്ടെന്നറിയാം പൂക്കും. ഇതിനങ്ങനെ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇത് പടന്നു പോണം, പടന്നു പോയി നിറച്ചത് പടന്നു പോയി അങ്ങൊക്കെ പോകും. മറ്റേ ഇത് ചിലരെന്താന്നറിയാം, ഈ മുട്ട തീരുന്ന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടാക്കാം. അങ്ങൊക്കെ അത് മുട്ട തീരുമ്പല്ലേ ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് വലിക്കണ എനിക്ക് എത്തൂല. ഞാൻ അതാണ് ഞാൻ എടുത്ത് വെച്ച് കയറണം. നീ ഇങ്ങനെ പിടിച്ച് വലിക്കണല്ല, എനിക്ക് എത്തണ്ടേ. ഇത് നിറച്ച് കിട്ടിയെങ്കിൽ എല്ലാം നിറച്ച് അത് അതിമുഖല്ലേ അങ്ങ് നിക്കണ നോക്കി. എനിക്ക് അവിടെ ഒന്നുമില്ല, കാണാൻ പറ്റില്ലേ? 2-3 നിൽക്കുന്നു. അടുത്തേക്ക് നാളെ വിഷു നിൽക്കേ. നാളെ വിഷു അല്ലേ, വിഷുവിന് പൂ വെക്കണ്ടേ? രാവിലെ കോവിലിൽ പോകും. കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇതിനൊക്കെ അങ്ങോട്ട് വിടാതെ ഇങ്ങോട്ട് നോക്കുന്നു. നാളെ വിഷു അല്ലേ, കോവിലിൽ പോകുമ്പോൾ പൂ വെച്ചോണ്ടോണ്ടേ? അതിനുണ്ടാ വാങ്ങിച്ചു തന്നില്ലല്ലോ. പറയാത്തുണ്ട്, പറയാതെ വാങ്ങിച്ചു. ഞാൻ വയ്ക്കണാണെങ്കിൽ വാങ്ങിക്കും. എന്താ വേണോ? ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ഡെയിലി ഓരോന്നാ കിട്ടും. 3-4 കിട്ടി. ഇത് 2 ദിവസത്തെ, ഇന്നലത്തത്. മതി പോരെ? ഇത്രയോ വെക്കണം? വിഷുവിൻ്റെ നിറയെ വെക്കണം പൂ. ഉള്ളവരാണെങ്കിൽ നമ്മള് പറയാതെ വാങ്ങിക്കൊണ്ടിരും എല്ലാം. പിന്നെ ഞാൻ പറഞ്ഞ വഴിക്ക് അവിടെ ഒരുപാട് അടുത്ത് കടയിരിക്കണം. ഇല്ലേ? ഞാൻ പറഞ്ഞടുത്ത് എവിടെ? ഹൈവേയിൽ എവിടെ ഇരിക്കണ കടയാ? ഹൈവേയില് കടയൊന്നും തുടങ്ങിയില്ല. ഉണ്ടെങ്കിലും വാങ്ങിക്കൂലായിരുന്നു. അതെനിക്കറിയാം. നിങ്ങൾ ഇന്നുവരെ നമ്മൾ ചോദിക്കാതെ വാങ്ങിച്ചു തന്നിട്ടില്ല. ചോദിക്കാതെ ഒരു സാധനം വാങ്ങിച്ച് വേസ്റ്റ് ആക്കണം. അല്ല, പൂ വേറെ ഒന്നുമല്ല, പൂ. ഇതില് വാ. സുത്തുവിന് പിന്നെ ചേട്ടനെ കണ്ടാ പിന്നെ അതിന് സുഖമില്ല. സുഖമില്ല. അതിനെന്ത്? അതിനൊരു കുഴപ്പമില്ല. അല്ലടാ, ചേട്ടനെന്ത് മാത്രം ചിരിക്കണേ? നിങ്ങളടുത്ത് ശരിക്ക മട്ടേനെ എന്തുകൊണ്ടാ പൂ നിൽക്കണ? അത് മുല്ലയൊന്നും അല്ല, അത് നിത്യ കല്യാണം. ഇതിന്റെ ഇടയ്ക്ക് കൂടെ അത് വെച്ചത് മാടിപ്പോ പെട്ടെന്ന് ഇതാവും, കട്ടി. പണ്ടൊക്കെ നമ്മൾ അതിന് തന്നെ പറിച്ച് തലയിൽ കെട്ടിയേക്കും. കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നെങ്കിലേ കലക്കി കുടിക്കായിരുന്നു. പോയിന്ന് അതില് അന്ന് നമ്മൾ ഇട്ടല്ലേ. ഞാൻ എവിടെയെങ്കിലും ചാണകം കരയുമ്പോ റോട്ടിലേക്ക് കിടക്കുമ്പോ മാറാൻ നിൽക്കുക. ഈ ചേട്ടൻ താമസിക്കൂല.
റോഡിൽ കിടക്കുന്ന ചാണകം വാരിക്കൊണ്ട് എന്ത് ചാണകം വരുന്നതിന് കുഴപ്പമെന്ത്? പശു അവിടെ അപ്പിയിട്ടിട്ട് പോകും, നമ്മളെ വാരിക്കൊണ്ടൊന്ന് നമ്മള് കുപ്പിയിലാക്കണം. നമ്മള് എനിക്ക് അതിലൊന്നും ഒരു ഇതില്ല. ഇങ്ങോട്ട് മാറി. റോട്ടിൽ കിടക്കണം നമുക്ക് വാരാം. ഇത്തിലേ നിനക്ക് വെളിയിൽ പോവാൻ ഭയങ്കര ഇഷ്ടാ. പോവാമാ? ഇതില് കയറിൽ കെട്ടിക്കൊണ്ട് സിത്തൂന് നമ്മൾ ഗേറ്റ് തുറക്കണം നോക്കിയിരിക്കും. ശക്തി സ്ഥലം കിട്ടാൻ കൊണ്ട് അങ്ങ് പോവും. പോണമാണ് കാണാൻ ഓടണത് തന്നെ. ബാ പോവാം, വെളിയിൽ പോവാം. ബാ വെളിയിൽ പോവാം. വിളിച്ചാണ്ടാടി ബാ. കെട്ടി കെട്ടി ഇത്രയായി വന്നു. ഈ നാളെ പോയില്ലേ നിറയെ ഉണ്ടായി. കുറച്ച് മുടിയുള്ളവർക്ക് കുറച്ച് മുല്ലപ്പൂ വയ്ക്കണം. എനിക്ക് മുടി ഇപ്പഴല്ലേ കുറച്ചായ. നേരത്തെ എനിക്ക് നിറച്ചുണ്ടായിരുന്നല്ല, ഞാൻ വെട്ടിക്കളഞ്ഞല്ലേ. ഞാൻ വെട്ടിയതല്ലേ, എൻ്റെ എല്ലാം തൊഴിൽ. 7 വർഷത്തിന് മുമ്പ് എന്ത് മുടി ഉണ്ടായിരുന്നു. നീ എന്തിനു നടക്കണേ? എടിക്ക് എടിക്ക് ചിരിക്കാടാ. നിനക്ക് പാതി നെയ്യപ്പം തന്നില്ലേ? എടിക്ക് എന്തോന്ന് സിത്തു എന്തിനാണോ തിരിക്കണണ്ട ചേട്ടൻ്റെ അടുത്ത്? ചിരിക്കും, ചേട്ടൻ്റെ അടുത്തേ ചിരിക്കുള്ളൂ, നമ്മുടെ അടുത്ത് ചിരിക്കൂല. എന്ന് ചോറും മീനൊക്കെ കൊടുക്കണം ഞാനാണ്, എന്നിട്ട് എൻ്റെ അടുത്ത് ചിരിക്കൂല. ഞാനാണ് എപ്പോഴും നിന്റെ അടുത്തുള്ളത്. നീ വിളിച്ചു നോക്ക്, നിന്റെ മുഖത്ത് പോലും സിത്തു 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 കൊണ്ടോ കൊള്ള സിത്തു എന്നെ നോക്കണില്ല. സിത്തു അരക്കണ്ടിട്ട് ആദ്യം നോക്കി, പിന്നെ നോക്കണില്ല. എടി സിത്തു, എടി സിത്തു. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യൂല. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. കാക്ക കൊണ്ടില്ല കടലിൽ. ശരി, പിന്നെ അത് വേണ്ട, അത് വേണ്ട. ചേട്ടനേക്ക് നമ്മൾ വിളിച്ചാൽ തിരിഞ്ഞു നോക്കൂല, തിരിഞ്ഞു നോക്കൂല, തിരിഞ്ഞു നോക്കൂല. പൂവെല്ലാം കിട്ടി കേട്ടാ, ഇത്രയും കിട്ടി. എനിക്ക് നാളെ വെക്കാൻ കിട്ടി. 2 ദിവസം പറിച്ചപ്പോ 1 ദിവസം വെക്കാൻ വാങ്ങി തന്നില്ലേ ചേട്ടൻ? എനിക്കില്ലേ നിങ്ങൾക്കാ? ഇത് കൊച്ചു പിള്ളേർക്കല്ലേ ഇങ്ങനെ വെക്കുന്നത്. ബാക്കിൽ തൂക്കിയിടണം. ബാക്കിൽ മുടിയില്ല. മുടി നമുക്ക് ഒട്ടും മുടി 2 ദിവസം വാങ്ങിച്ചോണ്ട് വന്നില്ലല്ലോ അന്നപ്പം. ഇവിടെ കടയില്ലെന്ന്, കടയിലില്ല. ഉണ്ടായിരുന്ന വാങ്ങോ? ഉണ്ടായിരുന്ന വാങ്ങിക്കോ? വാങ്ങൂല. എനിക്ക് നാളെ വിഷുവിനൊക്കെ എത്രയും കിട്ടിയല്ലോ നമ്മളെ മുല്ലേന്ന്. കുറച്ചുകൂടെ വന്നു. നമ്മളെ സ്വന്തം മുല്ലയിലാകുമ്പോൾ കുറേശ്ശെ തന്നെ വെക്കണം, നിറച്ച് വെക്കരുത്. ബാക്കി അവിടെ നിന്നാ തന്നെ അത് നല്ല മണം കേട്ട. 2 ദിവസം പറിക്കുമ്പോ 1 ദിവസം വെക്കും. പിന്നെ എന്തൊക്കെ അവിടെ എന്തൊക്കെ വിശേഷം? അവിടെ ഇന്ന് വിശേഷമൊന്നുമില്ല. ഞാൻ ഇന്ന് ഇവിടെ വന്നില്ലേ. ഇന്ന് ഇവിടെ ചേട്ടൻ അവിടെ 2 പേർക്കും വയ്യ, അത്ര തന്നെ. എനിക്ക് വയ്യ, എനിക്ക് പനിയായിരുന്നു. ഇന്നിവിടെ മഴ പെയ്തില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് പോയി. അവിടെയും മഴ പെയ്തു. അങ്ങനെ എന്തോന്ന്, ഞാൻ 2 ഗുളിക കഴിച്ച് നടക്കണം. ഇന്നലെ പിന്നെ ഞാനൊക്കെ മഴ പെയ്ത് നനഞ്ഞ്. ഞാൻ മഴ നനഞ്ഞല്ല. നിനക്ക് നനഞ്ഞില്ലെങ്കിലും ദൂരെ കൂടെ പെയ്യാതില്ല. എനിക്ക് ഞാൻ വെയിൽ കൊണ്ടിട്ട് തണുത്ത വെള്ളം കുടിച്ചു. വെയിൽ കൊണ്ടിട്ട് തണുത്ത, അതിപ്പോ എല്ലാരും വെയിൽ കൊള്ളുമ്പോ തണുത്ത വെള്ളം കുടിക്കും തന്നെ. തണുപ്പ് നമ്മള് തണുത്ത വെള്ളം കുടിച്ച് മഴയും നനഞ്ഞ്. പിന്നെ ഒരു കാര്യം, നേരെ നൂത്ത് പിടിക്കാൻ എന്റെ തല കാണില്ല. കാര്യം പറയട്ടെ, എന്റെ ഫോണില് വീഡിയോ എടുക്കുമ്പോഴാണ് സൗണ്ട് ഇല്ലാത്തതിന്റെ. അത് പൊട്ട ഫോൺ കേട്ടാ. എനിക്ക് നല്ല ഫോൺ പോലും വാങ്ങി തരണില്ല. നല്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തതിനെ കൊണ്ട് കഞ്ഞിവെള്ളത്തിലുണ്ട്. പൈസ കിട്ടുമ്പോ നമ്മള് വാങ്ങും. നിനക്ക് എത്ര ഫോൺ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ചുമ്മാ ചുമ്മാ അവർക്ക് വാങ്ങും, അതില്ലാതാവുമ്പോ എനിക്ക്. നിനക്ക് വാങ്ങിച്ചു എപ്പോഴും അങ്ങനെയല്ല. ഒരിക്കൽ മാത്രമാണ് ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഫോണാണ് നമ്മളിങ്ങനെ ചിട്ടിയിലെടുത്ത് അത് എനിക്ക് തന്നത്. അത് കുറെ വർഷമായി. അത് സൗണ്ട് കുറവ്. ചേട്ടന്റെ ഫോൺ, ചേട്ടൻ അവിടെ നിൽക്കുന്ന ദിവസം ചേട്ടൻ എടുക്കുമ്പോഴാണ്, ചേട്ടന്റെ ഫോൺ എടുക്കുമ്പോഴാണ് സൗണ്ട് ഉള്ളത്. എന്റെ ഫോണിന് സൗണ്ട് കുറവ്. നീ അല്ലെങ്കിലും തെറ്റി പറയുന്നോണ്ട് നിന്റെ ഫോണിൽ സൗണ്ട് വരില്ല. ഞാൻ തെറ്റിയെങ്കിലും പറയണില്ല, സത്യസന്ധതയായിട്ട് സംസാരിക്കണം. വീടിന് വേണ്ടി നമ്മൾ ഭയങ്കര ഇതായിട്ട് തെറ്റാത്ത രീതിയിൽ സംസാരിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ സംസാരിച്ചാൽ മതി. പിന്നെ എന്താന്ന് പറയാ, അപ്പൊ എന്റെ ഫോണിൽ എടുക്കുമ്പോഴാണ് സൗണ്ട് കുറവായിട്ടാണ്. ഞാൻ അടുത്ത് വെച്ച് പറഞ്ഞാലേ ചെറുതായിട്ട് കേൾക്കുള്ളൂ.
പിന്നെ എന്താന്ന് പറയാ അത് കമന്റ് വന്നിരുന്നത് സൗണ്ട് കുറവെന്ന്. അതാണ് ചേട്ടാ. ചേട്ടാ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് എടുക്കുക. പണിക്ക് പോകാതെ ഇരിക്കാൻ പറ്റില്ല. പണിക്ക് പോയിട്ട് കിടക്കാറൊക്കെ ഇവിടെ വന്നിരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മറ്റേ ഇതൊന്നും എനിക്കത് പറയാൻ അറിഞ്ഞൂടാ. ജലദോഷം വന്ന മുഖമൊക്കെ നീരടിച്ചേട്ടാ പനി വന്നപ്പം. വണ്ണം വെച്ചതല്ലേ? ഒന്നും വെച്ചാൽ ഒന്നാമതേ വലിയ മുഖം, അപ്പം ജലദോഷം കൂടെ അടിച്ചപ്പം. ശരി, പിന്നെ ബൈ.